ശ്വാസകോശത്തിലെ ന്യൂമോണിയ ബാധയെ തുടർന്ന് റോമിലെ ജമേലി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നില ഗുരുതരമായി തുടരുന്നു. 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച പാപ്പയുടെ ആരോഗ്യാവസ്ഥ സങ്കീർണമാണെന്ന് വത്തിക്കാൻ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നു. ഇതോടെ വിശ്വാസ സമൂഹം ആശങ്കയിലും പ്രാർത്ഥനയിലുമാണ്. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ അദ്ദേഹത്തിന്റെ ആശുപത്രിവാസം ഏറെ സങ്കീർണമാണെന്നാണ് അദ്ദേഹത്തിനോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയെ ചൊല്ലിയുള്ള ചർച്ചകളും ഇപ്പോൾ സജീവമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയെ പോലെ പുരോഗമന ചിന്താഗതിക്കാരായവർ ഇനി പൊന്തിഫസ് ആകുമോ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. വനിതാ ഡീക്കൻ അടക്കമുള്ള വിഷയങ്ങളിൽ മാർപ്പാപ്പയെ പിന്തുണച്ച ചില കർദിനാൾമാരും അടുത്ത പോപ്പായേക്കാം എന്ന പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. എന്നാൽ യാഥാസ്ഥിതികവാദികളും അടുത്ത മാർപ്പാപ്പയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇറ്റാലിയൻ എപ്പിസ്കോപ്പൽ കോൺഫറൻസിന്റെ പ്രസിഡന്റായ 69-കാരനായ കർദിനാൾ മാറ്റിയോ സുപ്പി ഇറ്റലിയിലെ ബൊലോഗ്നയിലെ ആർച്ച് ബിഷപ്പായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രിയങ്കരനായ മാറ്റിയോ സുപ്പിയെ 2019 അദ്ദേഹം കർദിനാളായി നിയമിച്ചത്. അദ്ദേഹത്തിന്റെ പേരും ഇനി വരുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മറ്റൊന്ന് കർദിനാൾ ഫ്രാങ്കോഡിൻ അംബാങ്കോ ബെസുങ്കു. നിലവിലെ കർദിനാൾമാരിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയാകാൻ സാധ്യതയുള്ള പുരോഗമന ചിന്താഗതിക്കാരിൽ പ്രധാനിയാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിൽ നിന്നുള്ള 65-കാരനായ കർദിനാൾ ഫ്രിഡോലിൻ അംബാങ്കോ ബെസുങ്കു. ആഫ്രിക്കയിലെയും മെഡഗാസ്കറിലെയും എപ്പിസ്കോപ്പൽ കോൺഫറൻസുകളുടെ സിംബോസിയത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. 2019 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത്. സ്വവർഗ ദമ്പതികളെയും അവിവാഹിതരായ ദമ്പതികളെയും ആശീർവദിക്കാൻ കർദിനാൾ ഫ്രിഡോലിൻ അംബാങ്കോ ബെസുങ്കു പുരോഹിതന്മാരെ അനുവദിച്ചത് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. കർദിനാൾ ലൂയിസ് ആന്റോണിയോ ടാഗലാണ് അടുത്ത പേര്. സുവിശേഷവൽക്കരണത്തിനായുള്ള ഡിക്കാസ്റ്ററിയുടെ 1-ാം സുവിശേഷവൽക്കരണ വിഭാഗത്തിന്റെ പ്രോഫ് പ്രിഫെക്റ്റായും മതത്തിനായുള്ള ഇന്റർ ഡിക്കാസ്റ്റേരിയൽ കമ്മീഷന്റെ പ്രസിഡന്റായും സേവനമനുഷ്ഠിക്കുന്ന കർദിനാൾ ലൂയിസ് ആന്റോണിയോ ടാഗൽ ഫിലിപ്പീൻസിൽ നിന്നുള്ള കർദിനാളാണ്. ഏഷ്യയിലെ പോപ്പ് ഫ്രാൻസിസ് എന്നറിയപ്പെടുന്ന കർദിനാൾ ലൂയിസ് ആന്റോണിയോ ടാഗൽ LGBTQ+ വിഭാഗം, വിവാഹമോചിതരും പുനർവിവാഹം ചെയ്തവരുമായ കത്തോലിക്കർ എന്നിവരെ ഇപ്പോൾ സഭ പരിഗണിക്കുന്ന രീതിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ച വ്യക്തിയാണ്. 2012 ബെനഡിക്ട് 16 മാർപ്പാപ്പയാണ് ഇദ്ദേഹത്തെ കർദിനാളായി നിയമിച്ചത്. ഇനി പറയുന്നത് കർദിനാൾ മാരിയോ ഗ്രച്ചിനെ കുറിച്ചാണ്. കർദിനാൾ മാരിയോ ഗ്രച്ചിന് 67 വയസ്സാണ് പ്രായം. നിലവിൽ ബിഷപ്പുമാരുടെ സിനഡിന്റെ സെക്രട്ടറി ജനറലാണ്. വൈവാഹിക നിലയുടെയോ ലൈംഗിക മുൻഗണനയുടെയോ പേരിൽ സഭയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരോട് സംസാരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്നും ഓർമ്മപ്പെടുത്തുന്ന കർദിനാൾ കൂടിയാണ് ഇദ്ദേഹം. ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് 2020 ഇദ്ദേഹത്തെ കർദിനാളാക്കിയത്. സെയിന്റ് ലൂയിസിലെ മുൻ ആർച്ച് ബിഷപ്പാണ് 76-കാരനായ കർദിനാൾ റെയ്മണ്ട് ബർക്ക്. സ്വർഗാനുരാഗം, സിവിൽ വിവാഹങ്ങൾ, കൃത്രിമ ഗർഭനിരോധനം എന്നിവയെക്കുറിച്ചുള്ള സഭയുടെ പുതിയ നിലപാടിന്റെ കടുത്ത വിമർശകനാണ് ഇദ്ദേഹം. ഈ വിഷയത്തിൽ അദ്ദേഹം ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കെതിരെയും സംസാരിച്ചിട്ടുണ്ട്. 2010 ബെനഡിക്ട് 16 മാർപ്പാപ്പയാണ് ഇദ്ദേഹത്തെ കർദിനാളായി നിയമിച്ചത്. നെതർലാൻഡിൽ നിന്നുള്ള മുൻ ഡോക്ടർ കൂടിയായ കർദിനാൾ വിമൈജക് ഈ സ്ഥാനത്തേക്ക് യാഥാസ്ഥിതിക വിഭാഗത്തിൽ നിന്നും മുൻനിരക്കാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. സിവിൽ പുനർവിവാഹത്തെ അംഗീകരിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിലപാടിനെതിരെ 11 കർദിനാൾമാർ വിവാഹത്തെയും കുടുംബത്തെയും കുറിച്ച് സംസാരിക്കുന്നു എന്ന ഗ്രന്ഥം എഴുതിയവരെ അദ്ദേഹം സഹായിച്ചിരുന്നു. 2012 ബെനഡിക്ട് 16 മാർപ്പാപ്പയാണ് ഇദ്ദേഹത്തെ കർദിനാളായി നിയമിച്ചത്. 72-കാരനായ കർദിനാൾ പീറ്റർ എർഡോ കൗൺസിൽ ഓഫ് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് യൂറോപ്പിന്റെ മുൻ പ്രസിഡന്റ് കൂടിയാണ്. വിവാഹമോചിതരോ പുനർവിവാഹം ചെയ്തവരോ ആയ കത്തോലിക്കർ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിനെ പോലും യാഥാസ്ഥിതികനായ കർദിനാൾ പീറ്റർ എർഡോ എതിർക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിക്കുന്നതിനെയും അദ്ദേഹം എതിർത്തിരുന്നു. ജോൺ പോൾ 2 മാർപ്പാപ്പയാണ് 2003 കർദിനാൾ പീറ്റർ എർഡോയെ കർദിനാളായി നിയമിച്ചത്. വത്തിക്കാനിൽ 11 വർഷം സ്റ്റേറ്റ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന 70-കാരനായ കർദിനാൾ പിയദ്രെ പരോൾ ഒരു മിതവാദിയാണ്. 2 വിഭാഗവും തമ്മിൽ കടുത്ത മത്സരം വന്നാൽ കർദിനാൾ പെരോളിൽ അടുത്ത മാർപ്പാപ്പയാകാനുള്ള സാധ്യത ഏറെയാണ്. 2014 ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇദ്ദേഹത്തെ കർദിനാളായി നിയമിച്ചത്.